തലസ്ഥാനത്ത് വഴിതടഞ്ഞ് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവം ഗൗരവതരമെന്ന് ഹൈക്കോടതി. കോർപ്പറേഷൻ ഇതിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി ചോദിച്ചു. കുറ്റം ചെയ്തവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിക്കുന്നു. പോലീസ് സംഭവം തടയണമായിരുന്നു. സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ DGP അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന സമരത്തെക്കുറിച്ചും അന്വേഷിക്കണമെന്നും കോടതി ആവശ്യപ്പെടുന്നു. അതേസമയം റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടാൻ അനുമതി നൽകിയിട്ടില്ല എന്ന് വഞ്ചൂർ SHO ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, തലസ്ഥാനത്ത് രണ്ട് സംഭവങ്ങളാണ് വഴിയടച്ച് നടന്നത്. ഒന്ന് വഞ്ചിയൂരിൽ CPMന്റെ ഏരിയ സമ്മേളനം, മറ്റൊന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ CPI അനുകൂല സംഘടന നടത്തിയ പ്രതിഷേധ പരിപാടി. ഇത് രണ്ടും പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി റോഡിൽ സ്റ്റേജ് കെട്ടിയായിരുന്നു പരിപാടി. ഈ സംഭവത്തിലാണല്ലോ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ചൊരിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. ഈ വഞ്ചിയൂരിൽ CPMന്റെ ഏരിയ സമ്മേളനം റോഡ് തടഞ്ഞുകൊണ്ട് നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സ്റ്റേജ് പോലീസ് സ്റ്റേഷന് മുന്നിലല്ലേ കെട്ടിയതെന്നുള്ളൊരു ചോദ്യമാണ് ഇന്ന് നേരിട്ട് ഹാജരായ SHOയ്ക്ക് മുന്നിലേക്ക് ഹൈക്കോടതി ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ സ്റ്റേജ് അടിച്ചു മാറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. DGPക്ക് ഈ വിഷയം അറിയാമോ എന്നും ഹൈക്കോടതി ആരായുകയും ചെയ്തു. കാരണം ആർക്കൊക്കെ എതിരെയാണ് കേസ് എടുത്തതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചില ചോദ്യങ്ങളാണ് SHOയോട് ഉന്നയിച്ചത്. SHO പറഞ്ഞിട്ടുള്ളത്, നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്, പോലീസ് പറഞ്ഞിട്ടും പാർട്ടിക്കാർ അനുസരിക്കാൻ തയ്യാറായില്ല. വഞ്ചൂർ ബാബു, അതായത് ഈ CPM പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വഞ്ചൂർ ബാബു ആയിരുന്നു ഈ സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ, ആ പരിപാടിയുടെ ജനറൽ കൺവീനർ. അദ്ദേഹത്തോട് ഈ സ്റ്റേജ് നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ച സമയത്ത് അത് നിരസിക്കുകയാണ് ഉണ്ടായതെന്നാണ് പോലീസ് ഹൈക്കോടതി അറിയിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്കിൽ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്തതെന്നും ഹൈക്കോടതി ചോദ്യം ഉന്നയിച്ചു. ഒപ്പം തന്നെ പോലീസിന് എന്താണ് ചുമതല തുടങ്ങിയ ചോദ്യങ്ങളും വിമർശന രൂപേണ ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഈ സമ്മേളനത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തത്, പങ്കെടുത്തവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, കേസ് എടുത്തിട്ടുണ്ടോ, അതോടൊപ്പം തന്നെ ഈ പ്രസംഗിച്ചവരാരൊക്കെയാണ്, നാടകമടക്കം അവിടെ വഴി തടഞ്ഞുകൊണ്ട് കളിച്ചൊരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. വഞ്ചിയൂരിലെ സംഭവത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷമാണ് ഈ ജോയിന്റ് കൗൺസിലിന്റെ സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള ഒരു സമരം നടന്നത്. അതും വഴി തടഞ്ഞുകൊണ്ടായിരുന്നു. ആ വിഷയവും കോടതി ലക്ഷ്യമാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിലടക്കം കോർപ്പറേഷൻ എടുത്ത നടപടി എന്താണ് എന്ന് അറിയിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ 2 സംഭവങ്ങളിലും വഞ്ചിയൂരിലേതും ജോയിന്റ് കൗൺസിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ സമര പരിപാടിയിലും അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായിട്ട് DGPക്ക് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഹൈക്കോടതി ഈ വരുന്ന തിങ്കളാഴ്ച ഈ റിപ്പോർട്ട് DGP സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച വീണ്ടും ഈ കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വഴിയാത്രക്കാർക്ക് ഈ സമ്മേളന പരിപാടി മൂലം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല ഹൈക്കോടതിയുടെ തന്നെ 2023 ഉത്തരവ് ലംഘിക്കപ്പെട്ടുവെന്നും കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു എന്നുള്ളതാണ്. പറഞ്ഞിട്ടും, അതായത് ഇത് നീക്കം ചെയ്യണം, സ്റ്റേജ് നീക്കം ചെയ്യണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടും അത് അംഗീകരിക്കാൻ വഞ്ചൂർ ബാബു തയ്യാറാകാത്ത ആ ഒരു ഘട്ടത്തിൽ പോലീസ് നടപടി സ്വീകരിക്കാതെ മാറി നിൽക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ചുമതല നിർവഹിച്ചില്ല, ഔദ്യോഗിക കൃത്യനിർവഹണം അത് കൃത്യമായിട്ട് വിനിയോഗിച്ചില്ല എന്നാണ് നിലവിൽ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കാതെ ഈ ഔദ്യോഗിക കൃത്യനിർവഹണം പോലീസ് ചെയ്യണമെന്നാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വഞ്ചിയൂരിലെ റോഡ് തടഞ്ഞുകൊണ്ടുള്ള CPMന്റെ സമ്മേളനം സംബന്ധിച്ചുള്ള വിഷയത്തിലും ജോയിന്റ് കൗൺസിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള സമര പരിപാടിയിലും അന്വേഷണം നടത്തി DGP റിപ്പോർട്ട് വിശദമായി തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീർച്ചയായും തലസ്ഥാനത്തെ 2 വഴിതടഞ്ഞുള്ള സമരങ്ങൾക്കെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം വഴിതടഞ്ഞ് നടത്തിയിരിക്കുന്നു. മറ്റൊന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ CPI സർവീസ് സംഘടന നടത്തിയ സമരവും അതും വഴിതടഞ്ഞുകൊണ്ടായിരുന്നു. ഈ 2 വിഷയത്തിലാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്.
തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു.